BJP ജില്ലാ നേതാക്കൾക്കിടയിൽ സീറ്റിനെ ചൊല്ലി കടുംപിടുത്തം. കോഴിക്കോട്ടെ BJP സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നീളുന്നു. BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, BJP സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദേക്കർ, കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. MM രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഈ സീറ്റിനെ ചൊല്ലി നേതാക്കൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ട് എന്ന് വേണോ കരുതാൻ ഈ ഘട്ടത്തിൽ? തീർച്ചയായും ലിജിൻ, അതായത് എ ക്ലാസ് മണ്ഡലങ്ങൾ BJPക്ക് നിശ്ചയമായും വിജയിച്ച് കയറാനാവുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ള കണക്കുകൂട്ടലിലാണ് BJP അത്തരത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് വിലയിരുത്തിയിട്ടുള്ളത്. ഈ മണ്ഡലങ്ങളിലെ സീറ്റിനെ ചൊല്ലിയാണ് ചെറിയ തരത്തിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ജില്ലാ നേതാക്കൾക്കിടയിലുള്ളത്. അതായത് നിലവിലെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, മുൻ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള VK സജീവൻ, ഇവരെല്ലാം തന്നെ നോർത്ത് സൗത്ത് മണ്ഡലങ്ങൾ മത്സരിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ തന്നെ വനിതാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസിനെ നോർത്ത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളുമായാണ് മുന്നോട്ട് പോയിരുന്നത്. അതേസമയം തന്നെ സൗത്ത് മണ്ഡലം നേരത്തെ 2 തവണ വിജയിച്ച് കയറിയ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായി വിജയിച്ച് കയറിയ T റെനീഷ് മത്സരിക്കുകയാണെങ്കിൽ സൗത്ത് മണ്ഡലത്തിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നോർത്ത് സൗത്ത് മണ്ഡലങ്ങളിലെ സീറ്റിനെ ചൊല്ലിയുള്ള ഒരു ആശയക്കുഴപ്പമാണ്. അതേസമയം തന്നെ റിനീഷിനെ ബേപ്പൂരിൽ മത്സരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കണം എന്നുള്ള ആശയക്കുഴപ്പം ജില്ലാ നേതൃത്വത്തിലുണ്ട് നിലവിൽ. ശരി, എന്നാലും കോഴിക്കോട്ടെ BJP സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നീളുകയാണ്. ചെറിയ സ്വാരസ്യങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്.